നഗരത്തിന്റെ അതിർത്തിയിലുള്ള ആ പഴയ ഉപേക്ഷിക്കപ്പെട്ട തൂങ്ങൽ ഫാക്ടറിക്ക് ചുറ്റും കനത്ത ഇരുളായിരുന്നു പടർന്നു കിടന്നിരുന്നത്. ആകാശത്ത് കരിമേഘങ്ങൾ വന്യമായി ഗർജിക്കുന്നുണ്ടായിരുന്നു. തകർന്ന മേൽക്കൂരയിലൂടെ വീഴുന്ന മഴവെള്ളം അവിടെയുള്ള ഇരുമ്പ് ഷീറ്റുകൾ വീണ് ഒരു വല്ലാത്ത ഭീതി ജനിപ്പിക്കുന്ന താളം തീർക്കുന്നുണ്ടായിരുന്നു. ഫാക്ടറിയുടെ ഉള്ളിലെ വലിയ മഞ്ഞ വെളിച്ചമുള്ള ഹലോജൻ ബൾബുകൾ കത്തുന്നുണ്ടായിരുന്നു. വായുവിൽ കനത്ത ഇരുമ്പിന്റെയും അഴുക്കിയ തൂകലിന്റെയും മണം പടർന്നു കിടന്നു. ആ മുറിയുടെ നടുവിലായി മുകളിൽ നിന്നും തൂക്കിയിട്ട ഒരു വലിയ ഇരുമ്പ് ചങ്ങലയിൽ മാളവികയുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരുന്നു. അവളുടെ സാരിയുടെ മുന്താണി തറയിലെ ചിലയിൽ വീണ് കിടന്നു. ബോധം പകുതിയും വീണ്ടും കിട്ടിയപ്പോൾ അവളുടെ വലിയ കാന്തക്കണ്ണുകളിൽ കനത്ത കണ്ണീർ തളം കെട്ടി കിടന്നിരുന്നു. എങ്കിലും ആ മുഖത്ത് ഒരു നാടൻ പെണ്ണിന്റെ പോരാട്ട വീര്യമുണ്ടായിരുന്നു. വിക്രം സിംഗ തന്റെ കയ്യിൽ തിണങ്ങുന്ന വേട്ടക്കത്തിയുമായി അവളുടെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അവന്റെ നരച്ച താടിയും ആ ക്രൂരമായ കണ്ണുകളും ആ മഞ്ഞ വെളിച്ചത്തിൽ കൂടുതൽ ഭീകരമായി തോന്നി. ചുറ്റും 10ഓളം ആയുധധാരിയായ ഗുണ്ടകൾ സിഗരറ്റ് പുക തുപ്പിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രം മാളവികയുടെ മുഖത്തു നേരെ കത്തി ചൂണ്ടിക്കൊണ്ട് കനത്ത ശബ്ദത്തിൽ പറഞ്ഞു, എന്താടി നിന്റെ തമ്പുരാൻ അർജുൻ വർമ്മ ഇപ്പോഴും വന്നിട്ടില്ലല്ലോ? അവൻ നിന്നെ വില കൊടുത്ത് വാങ്ങിയതാണെന്ന് കേട്ടല്ലോ. എന്നിട്ട് തന്റെ പെണ്ണിനെ ഈ ചെന്നായിക്കട നടുവിൽ ഒറ്റയ്ക്കാക്കി അവൻ എവിടെ ഒളിച്ചിരിക്കുവാ? മാളവിക വേദനയുടെ കൈകൾ കുതറിക്കൊണ്ട് വിക്രമിന്റെ മുഖത്തേക്ക് നോക്കി തുപ്പിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച എന്റെ കൈകൾ ചങ്ങലക്കിട്ട് പൂട്ടാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒന്നുറപ്പിച്ചു വെച്ചോ, എന്റെ അർജുൻ വരും. അവൻ ഈ പടി കടന്നകത്തേക്ക് വരുമ്പോ നിങ്ങളുടെ അഹങ്കാരമൊക്കെ അവൻ ഈ തറയിലിട്ട് ചവിട്ടി അരയ്ക്കും. എന്റെ അർജുന്റെ ആ ഡെവിൾ ഭാവം എന്താന്ന് നിങ്ങൾക്ക് ഇന്ന് കാണാൻ പോകുന്നേയുള്ളൂ. വിക്രം ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ അർജുൻ വെറും ഒരു ബിസിനസ്സുകാരനാ മോളെ. അവൻ ഈ വിക്രം സിംഗ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഈ ഫാക്ടറിക്ക് ചുറ്റും എന്റെ ആളുകളുണ്ട്. അവൻ ഇങ്ങോട്ട് വരുന്നത് അവന്റെ സ്വന്തം ശവപ്പെട്ടിയിലായിരിക്കും. അവനത് പറഞ്ഞു തീർന്നു മുമ്പേ ഫാക്ടറിയുടെ വലിയൊരു ഗേറ്റ് തകർന്ന് കരിപ്പുക ഉയർത്തി അക്കാലത്ത ശബ്ദം വീണ്ടും കേട്ടു. എല്ലാവരും നെറ്റിലൂടെ തിരിഞ്ഞു നോക്കി. കനത്ത മഞ്ഞിനെയും മഴയെയും കീറി മുറിച്ചുകൊണ്ട് അർജുന്റെ കറുത്ത റേഞ്ച് ഓവർ കാർ ഫാക്ടറിയുടെ ചുവരുകൾ ഇടിച്ചു തകർത്തുകൊണ്ട് ഉള്ളിലേക്ക് ഇരച്ചു കയറി. വണ്ടിയുടെ ടയറുകൾ തറയിലെ ഇരുമ്പ് അവശിഷ്ടങ്ങളിൽ ഉരുതി വലിയ തീപ്പൊരി പടർത്തി. വണ്ടിയുടെ ഡോർ തുറന്ന് അർജുൻ പുറത്തേക്കിറങ്ങി. കനത്ത ലെതർ ജാക്കറ്റും കറുത്ത ജീൻസുമായിരുന്നു അവന്റെ വേഷം. അവന്റെ നനഞ്ഞ മുടികൾ നെറ്റിയിലേക്ക് പടർന്നു കിടന്നു. ആ വെളുത്തുടുത്ത മുഖത്ത് കനത്ത ചോരയോട്ടം ഉണ്ടായിരുന്നു. അപ്പോ കണ്ണൂരിൽ കടുത്ത ദേഷ്യം കൊണ്ട് ചുമന്ന് തുടുത്തിരുന്നു. അവന്റെ കയ്യിൽ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പകരം ആ വലിയ കൈകൾ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ രൂപം കണ്ടപ്പോ ചുറ്റുനിന്ന ഗുണ്ടകൾ ഭയന്നുകൊണ്ട് ഒരടി പുറകോട്ടേക്ക് മാറി. അവൻ പതുക്കെ മുകളിലേക്ക് നോക്കി. ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മാളവികയെ കണ്ടതും അവൻ നെഞ്ച് ഒരു നിമിഷം പിടഞ്ഞു. അവളുടെ പിച്ച് ചീന്തപ്പെട്ട സാരിയുടെ വശങ്ങളും വിരലിലെ ബാൻഡേജിൽ നിന്നും വീണ്ടും പൊടിയുന്ന ചോരയും കണ്ടപ്പോ അവന്റെ ഉള്ളിലെ ആ ഡെവിൾ അതിന്റെ പരമാവധി ക്രോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. മാളവിക ഉറക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു, അർജുൻ, അർജുൻ നോക്കരുത്. അവര് നിങ്ങളെ കൊല്ലാൻ വേണ്ടി കേണി ഒരുക്കിയതാ. തിരിച്ചു പോ അർജുൻ. അർജുൻ മാളവിയുടെ കണ്ണുകളിലേക്ക് നോക്കി വളരെ ശാന്തമായും എന്നാൽ കനത്തതുമായ ശബ്ദത്തിൽ പറഞ്ഞു, മാളു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, ഈ അർജുൻ വർമ്മയുടെ അനുവാദം ഇല്ലാതെ നിന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ പോലും വീഴാൻ പാടില്ലെന്ന്. നിന്നെ വേദനിപ്പിച്ച ഈ ജന്മങ്ങളുടെ അവസാനം കാണാനാ ഞാൻ വന്നിരിക്കുന്നേ. വിക്രം സിംഗ തന്റെ ഗുണ്ടകൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഉറക്കെ ആക്രോശിച്ചു. നോക്കി നിൽക്കാൻ തീർക്കടാ അവനെ. അവന്റെ തലയെടുത്തതിന്റെ മുന്നിൽ വെക്കടാ. 4 വലിയ ഗുണ്ടകൾ കനത്ത ഇരുമ്പ് വടിയുമായി അർജുന്റെ നേരെ പാഞ്ഞു വന്നു. ആദ്യത്തെ ഗുണ്ട അർജുന തലയ്ക്ക് നേരെ വടി ഓങ്ങിയതും അർജുൻ വളരെ വേഗത്തിൽ ഒഴിഞ്ഞു മാറി അവന്റെ കൈത്തണ്ടയിൽ പിടിച്ച് ഒരൊറ്റ തിരിപ്പ് തിരിച്ചു. അസ്ഥികൾ തകരുന്ന ശബ്ദം ആ മുറിയിൽ മുഴങ്ങി കേട്ടു. അവൻ ആ വടി കയ്യിലെടുത്ത് രണ്ടാമത്തെ ഗുണ്ടയുടെ നെഞ്ചിലേക്ക് ശക്തമായി അടിച്ചു. അവൻ ചോര തുപ്പിക്കൊണ്ട് തറയിലേക്ക് വീണു. അർജുന്റെ ആ ജിംബോളിയുടെ കരുത്ത്
ആ ഗുണ്ടകൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അവൻ ഓരോരുത്തരെയും ചുവരിലേക്ക് ഇടിച്ച് കയറ്റിക്കൊണ്ടിരുന്നു. സിമന്റ് ചുവരുകൾ തകർന്ന് സിമന്റ് പൊടികൾ വായുവിൽ പടർന്നു. അർജുന്റെ വെളുത്ത ഷർട്ടിലേക്ക് ആ ഗുണ്ടകളുടെ ചോര തെറിച്ചു വീണു. ആ ചോരക്കറയിൽ അവനൊരു യഥാർത്ഥ ഡെവിളായി മാറിയിരുന്നു. മാളവിക കണ്ണുകൾ വീഴ്ത്തി ആ കാഴ്ച നോക്കി നിന്നു. തനിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഇത്രയും വന്യമായ മൃഗത്തെ പോലെ പോരാടുന്നത് അവൾ ആദ്യമായി കാണുന്നതാണ്. ഭയത്തേക്കാൾ ഉപരി അവന്റെ പ്രണയത്തിന്റെ തീവ്രത അവൾ തിരിച്ചറിയുകയായിരുന്നു. ഒടുവിൽ ബാക്കി വന്ന 2 ഗുണ്ടകളെയും അർജുൻ ഒന്നിച്ച് കഴുത്തിൽ പിടിച്ചുയർത്തി കോൺക്രീറ്റ് തറയിലേക്ക് അടിച്ചു വീഴ്ത്തി. അവർ അബോധാവസ്ഥയിലായി. ഇപ്പോ ആ മുറിയിൽ വിക്രം സിംഗം മാത്രം ബാക്കിയായി. അവന്റെ കയ്യിലെ കത്തി വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. അർജുൻ പതുക്കെ തൻ ജാക്കറ്റിൽ ചോര തുടച്ചുകൊണ്ട് വിക്രമിന്റെ അടുത്തേക്ക് നടന്നു വന്നു. അവന്റെ ഓരോ ചുവടും ആ ഫാക്ടറിയെ കുലുക്കുന്നത് പോലെ തോന്നിച്ചു. വിക്രം ഭയത്തോടെ പുറകോട്ട് മാറിക്കൊണ്ട് പറഞ്ഞു, അർജുൻ വേണ്ട, എന്നെ വിടണം. നിന്റെ ബിസിനസ്സൊക്കെ ഞാൻ തിരിച്ചു തരാം. എന്നെ കൊല്ലരുത് അർജുൻ. അർജുൻ വിക്രമിന്റെ കഴുത്തിൽ പെട്ടെന്ന് തന്റെ വലിയ കൈ കൊണ്ട് മുറുക്കിക്കൊണ്ട് അവനെ ചുവരിലേക്ക് ഉയർത്തി നിർത്തിക്കൊണ്ട് പറഞ്ഞു, ബിസിനസ്സോ? വിക്രം സിംഗ, നീ എൻ്റെ കോടികളുടെ സാമ്രാജ്യം തകർത്തപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. എൻ്റെ വണ്ടികൾ തകർത്തപ്പോഴും ഞാൻ ക്ഷമിച്ചു. പക്ഷേ നീ തൊട്ടത് ഈ അർജുൻ വർമ്മയുടെ ജീവനാ. എൻ്റെ പെണ്ണിൻ്റെ ശരീരത്തിലാ നിന്റെ അഴുക്ക് പുരണ്ട കൈകൾ തൊട്ടത്. അതിന് ഈ ലോകത്ത് ഒറ്റ ശിക്ഷ മാത്രമേ ഉള്ളൂ, മരണം. അവൻ തൻ്റെ കയ്യിൽ നിന്ന് കനത്ത കത്തി വിക്രമിന്റെ നെഞ്ചിലേക്ക് ആഴ്ത്താൻ ആഞ്ഞതും മാളവിക ഉറക്കെ നിലവിളിച്ചോട് പറഞ്ഞു, അർജുൻ വേണ്ട, അവനെ കൊല്ലരുത്. നിങ്ങൾ ഒരു കൊലപാതകയാവരുത്. എനിക്ക് എൻ്റെ ഭർത്താവായി ഒരു മനുഷ്യന് മതി. ഒരു ചെകുത്താൻ എനിക്ക് വേണ്ട അർജുൻ. എന്നെ നോക്ക് അർജുൻ, വീണവനെ. മാളവികയുടെ ആ ഭർത്താവ് എന്ന വിളിയും അവളുടെ കണ്ണുനീരും അർജുന്റെ കാതുകളിൽ വന്ന് അടിച്ചുകൊണ്ടിരുന്നു. അവൻ ആ കത്തി വിക്രമിന്റെ കഴുത്ത് തൊട്ട് മുന്നിൽ വെച്ച് നിർത്തി. അവന്റെ കൈകൾ വന്യമായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ മാളവികയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിലെ ആ അപേക്ഷ അവനെ പൂർണ്ണമായി കീഴടക്കി കഴിഞ്ഞിരുന്നു. അവൻ വിക്രത്തെ തറയിലേക്ക് ശക്തമായി തള്ളിയിട്ടു. വിക്രം ശ്വാസം കിട്ടാതെ തറയിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു. അർജുൻ വേഗത്തിൽ നടന്ന് മാളവികയുടെ അടുത്തേക്ക് വന്നു. അവൻ തൻ്റെ കൈകൊണ്ട് ആ കനത്ത ഇരുമ്പു ചങ്ങലകൾ വലിച്ചു പൊട്ടിച്ചു. ചങ്ങലകൾ താഴെ വീഴുന്നതും മാളവിക പൂർണ്ണമായും തളർന്ന് അർജുന നെഞ്ചിലേക്ക് വീണു. അർജുൻ അവളുടെ അരക്കെട്ടിലൂടെ കൈകൾ ചുറ്റി അവളെ തൻ്റെ നെഞ്ചോരം ചേർത്ത് നിർത്തി. അവൻ്റെ ജാക്കറ്റിലെ ചോരയും അവളുടെ സാരിയിലെ ചെളിയും ഒന്നിച്ചു ചേർന്നു. അർജുൻ അവളുടെ നനഞ്ഞ തലയിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി. അർജുൻ അവളുടെ കാതോരം വളരെ ആർദ്രമായി പറഞ്ഞു, മാളു പേടിക്കണ്ട, നിന്റെ അർജുൻ ഇവിടെയുണ്ട്. ഇനി ഒരു ചെന്നായിയും നിന്റെ അരികിലേക്ക് വരില്ല. മാളവിക അവൻ നെഞ്ചിലെ ആ കനത്ത ഹൃദയമിടിപ്പ് കേട്ടുകൊണ്ട് കൈകൾ അവന്റെ തോളിലൂടെ മുറുക്കി പിടിച്ചു. പുറമേക്ക് എത്ര വലിയ ഡെവിളാണെങ്കിലും തൻ്റെ ഒരൊറ്റ വാക്കിന് മുന്നിൽ അവൻ ആയുധം താഴെ വെച്ചല്ലോ എന്നോർത്ത് അവളുടെ ഉള്ളിൽ അവനോടുള്ള പ്രണയം ആദ്യമായി ഒരു വലിയ തീയായി പടരുകയായിരുന്നു. ആ കറുത്ത തൂവൽ ഫാക്ടറിയുടെ പുറത്ത് അപ്പോഴും പ്രകൃതി വന്യമായി പെയ്യുന്നുണ്ടായിരുന്നു. ഇടിമിന്നലുകൾ ആകാശത്തെ കീറി മുറിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരുന്നു. അർജുൻ മാളവികയെ തൻ്റെ വലിയ കൈകളിൽ കൊച്ചുകുട്ടിയെപ്പോലെ കോരിയെടുത്ത് പെയ്യുന്ന അക്കാലത്തെ മഴയിലേക്ക് നടന്ന് റേഞ്ച് ഓവർ കാറിൻ്റെ മുൻ സീറ്റിലേക്ക് പതുക്കെ ഇരുത്തി. അവൾക്കായി അവൻ വണ്ടിയുടെ ഡോർ അടച്ചതിന് ശേഷം ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്നിരുന്നു. വണ്ടിക്കുള്ളിൽ AC-യുടെ തണുപ്പും പുറത്ത് പെയ്യുന്ന മഴയുടെ ഇരുമ്പലും മാത്രം. അർജുൻ്റെ കറുത്ത ലെതർ ജാക്കറ്റിൽ നിന്നും ഗുണ്ടകളുടെ ചോരത്തുള്ളികൾ പതുക്കെ സീറ്റിലേക്ക് പടർന്നു പിടിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ നെറ്റിയിലെ മുറിവിൽ നിന്നും കുറച്ച് ചോര കവിളിലേക്ക് ഒലിച്ചിറങ്ങി. മാളവിക തൻ്റെ ചതഞ്ഞെറിഞ്ഞ സാരിയുടെ വശങ്ങൾ ഒതുക്കി പിടിച്ച് അർജുൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. വണ്ടി ഓടിക്കുമ്പോഴും അവൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണുകളിൽ ആ വേട്ടക്കാരൻ്റെ കടുപ്പം അപ്പോഴും പൂർണ്ണമായും മാറിയിരുന്നില്ല. എങ്കിലും അവളുടെ നോട്ടം തിരിച്ചറിഞ്ഞതുപോലെ
അവൻ പതുക്കെ ഇടത് കൈ നീട്ടി അവളുടെ വിറയ്ക്കുന്ന കൈകൾക്കുള്ളിൽ തൻ്റെ വലിയ വിരലുകളെ കോർത്തു പിടിച്ചു. ആ കൈകളുടെ ചൂട് മാളവികയുടെ ശരീരത്തിലേക്ക് പടർന്നു കയറിയപ്പോൾ അവൾ പോലും അറിയാതെ അവളുടെ വിരലുകൾ അവൻ്റെ കൈകളിൽ മുറുക്കി പിടിച്ചു. മാളവിക വളരെ താഴ്ന്ന് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, അർജുൻ, ഒരുപാട് വേദനിക്കുന്നുണ്ടോ? നിങ്ങളുടെ നെറ്റിയിൽ നിന്നും ചോര വരുന്നുണ്ട്. എനിക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ ഇന്ന് ആ ചെകുത്തന്മാരുടെ മുന്നിലേക്ക് വന്ന് കയറിയത്. അർജുൻ വണ്ടിയുടെ വേഗത പതുക്കെ കുറച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി. അവൻ്റെ കറുത്ത കണ്ണുകളിൽ ആദ്യമായി ഒരു കനത്ത പ്രണയത്തിൻ്റെ ആർദ്രത നിറഞ്ഞു നിന്നു. മാളു, എൻ്റെ ഈ ശരീരത്തിൽ വീഴുന്ന ഏതായുധത്തിൻ്റെ മുറിവും ഈ അർജുൻ വർമ്മയ്ക്ക് പുല്ലാണ്. പക്ഷേ ആ ഫാക്ടറിയിലെ ഇരുമ്പ് ചങ്ങലകളിൽ നിന്റെ ഈ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ച് പിളരുന്ന വേദനയായിരുന്നു. നിന്റെ ശരീരത്തിൽ ഒരു പോറേൽപ്പിക്കാൻ പോലും ഞാൻ ഈ ലോകത്ത് ആരെയും അനുവദിക്കില്ല. അവൻ്റെ ആ വാക്കുകൾ മാളവിയുടെ ഉള്ളിലെ അവശേഷിച്ച എല്ലാ ഈഗോയെയും ഭയത്തെയും പൂർണ്ണമായും ഒഴിവാക്കി കളഞ്ഞു. അവളൊന്നും മിണ്ടാതെ പുറത്തെ മഴയിലേക്ക് നോക്കിയിരുന്നെങ്കിലും അവളുടെ കവിളിലൂടെ ഒരു മനോഹരമായ പ്രണയത്തിൻ്റെ കണ്ണുനീർ തുള്ളികൾ ഒലിച്ചിറങ്ങി. വണ്ടി വർമ്മ മെൻഷൻ്റെ വലിയ പടവൾ കയറി നിന്നപ്പോൾ സമയം രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. വീട്ടിലെ ജീവനക്കാരെല്ലാം അർജുന നിർദ്ദേശപ്രകാരം ആശുപത്രിയിലേക്ക് മാറിയിരുന്നതിനാൽ ആ വലിയ ബംഗ്ലാവ് തികച്ചും വിജനമായിരുന്നു. അർജുൻ മാളവികയും കൂട്ടി മുകളിലെ തൻ്റെ വലിയ ബെഡ്റൂമിലേക്ക് വന്നു. മുറിയിലെ ആ ചുമന്ന ഡിം ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവരുടെ നിഴലുകൾ ചുവരിലേക്ക് വന്യമായി പടർന്നു. അർജുൻ തളർച്ചയോടെ കട്ടിലിന്റെ വശത്തുള്ള വലിയ കണ്ണാടിയുടെ മുന്നിലെ കസേരയിലേക്ക് വന്നിരുന്നു. മാളവിക പതുക്കെ ആ മുറിയിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സുമായി അവൻ്റെ അരികിലേക്ക് നടന്നു വന്നു. അവൾ പതുക്കെ അവൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. കോട്ടണിൽ അല്പം ഡെറ്റോൾ പുരട്ടി. അല്പം നീറും, സഹിക്കണം. അവൾ പതുക്കെ അവന് നെറ്റിയിലെ മുറിവിലേക്ക് ആ കോട്ടൺ വെച്ചതും അർജുൻ പതുക്കെ കണ്ണുകൾ അടച്ചു. വേദന കൊണ്ടല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു പെണ്ണും തന്നെ ഇത്രയും സ്നേഹത്തോടെ പരിചരിച്ചിട്ടില്ല എന്ന തിരിച്ചറിവായിരുന്നു അവന്. മാളവിക പതുക്കെ ഊതിക്കൊണ്ട് അവന് നെറ്റിയിലെ ചോര തുടച്ചു മാറ്റിയത്. അവളുടെ മുഖത്തെ ആ ആകുലതയും അവളുടെ വലിയ കാന്തക്കണ്ണുകളിലെ പ്രണയവും അവൻ കണ്ണുകൾ തുറന്ന് നോക്കി കണ്ടു. അവൾ പതുക്കെ മരുന്ന് പുരട്ടിയ അവൻ്റെ നെഞ്ചിലെയും ചുമലിലെയും ചതവുകളിലേക്ക് വിരലോടിച്ചു. മാളവികയുടെ മൃദുവായ വിരലുകൾ തൻ്റെ കഠിനമായ മസിലുകൾ തൊട്ടപ്പോൾ അർജുൻ്റെ ശരീരം വന്യമായി ഒന്ന് പിടഞ്ഞുപോയി. അവൻ പെട്ടെന്ന് കൈനീട്ടി അവളുടെ അരക്കെട്ടിലൂടെ പിടിച്ച് അവൾ തൻ്റെ മടിയിലേക്ക് വലിച്ചിരുത്തി. മാളവിക പെട്ടെന്ന് അമ്പരന്ന് പോയെങ്കിലും അവൾ പുറകോട്ട് മാറിയില്ല. അവളുടെ ഈറമുടിയിൽ നിന്നും വീണ വെള്ളത്തുള്ളികൾ അർജുൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് പടർന്നു പിടിച്ചു. അർജുൻ തൻ്റെ 2 കൈകളും കൊണ്ട് അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. അർജുൻ അവളുടെ ചുണ്ടുകളോട് തൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് കനത്ത ശ്വാസത്തോടെ പറഞ്ഞു, മാളു, ഇന്ന് ആ ഫാക്ടറിയിൽ വെച്ച് നീ എന്നെ എന്താ വിളിച്ചത്? എൻ്റെ ഭർത്താവെന്ന്. എന്നെ നീ വിളിച്ച ആ ഒരു നിമിഷം ഈ അർജുൻ വർമ്മയുടെ സർവ്വ അഹങ്കാരവും നിന്റെ കാൽക്കൽ വീട് പോയി. എന്നെ നീ ഒരു ചെകുത്താനായി ഇപ്പോഴും കാണുന്നുണ്ടോ? മാളവിക പതുക്കെ അവളുടെ കൈകൾ അവന്റെ കനത്ത തോളുകളിൽ വെച്ചു. അവൾ പതുക്കെ തലയാട്ടി. അതെ, നിങ്ങൾ ഒരു ചെകുത്താൻ തന്നെയാണ് അർജുൻ. പക്ഷേ ഈ മാളവികയെ ഇത്രയും ഭ്രാന്തമായി പ്രണയിക്കുന്ന, അവൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ മടിയില്ലാത്ത ഒരു പ്രണയ ചെകുത്താൻ. നിങ്ങളെ ഭയപ്പെടാൻ ഇനി എനിക്ക് കഴിയില്ല അർജുൻ. കാരണം ഞാൻ തോറ്റുപോയിരിക്കുന്നു. നിങ്ങളുടെ ഈ വന്യമായ സ്നേഹത്തിന് മുന്നിൽ എൻ്റെ മനസ്സ് പൂർണ്ണമായും കീഴടങ്ങിയിരിക്കുന്നു. അവളുടെ ആ തുറന്നു പറച്ചിൽ കേട്ടതും അർജുൻ്റെ കണ്ണിൽ പ്രണയത്തിൻ്റെ ഒരു വലിയ ജ്വാല പടർന്നു. അവൻ പതുക്കെ ആർദ്രമായി അവളുടെ നെറ്റിയിലും പിന്നീട് അവളുടെ വലിയ കാന്തക്കണ്ണുകളിലും തൻ്റെ ചുണ്ടുകൾ അമർത്തി. ആ ചുംബനത്തിൽ അവളുടെ ഉള്ളിൽ എല്ലാ ഈഗോയും പൂർണ്ണമായും ഉരുകിത്തീർന്നിരുന്നു. അർജുൻ പതുക്കെ അവളെ കട്ടിലേക്ക് കിടത്തി. അവൾക്ക് മുകളിലായി പുതപ്പ് പുതപ്പിച്ചു കൊടുത്തു. അവൻ
അവളുടെ അരികിലായി വന്നിരുന്നു. അവളുടെ കൈകൾ തന്റെ കൈകൾക്കുള്ളിൽ ഭദ്രമായി ഒതുക്കി പിടിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു, കിടന്നോളും മാളു, ഇനി ഒരു കാര്യം ഓർത്ത് ഭയപ്പെടണ്ട. വിക്രം സിംഗ ഇനി നഗരത്തിലുണ്ടാവില്ല. നിന്നെ തൊട്ടവന്റെ കൈകൾ ഞാൻ എന്നേക്കുമായി ഇല്ലാതാക്കി കഴിഞ്ഞു. മാളവിക പതുക്കെ കണ്ണുകളടച്ചു. അർജുന്റെ ആ സാന്നിധ്യത്തിന്റെ കാവലിൽ അവൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നി. പക്ഷേ ആ രാത്രി അവസാനിക്കുമ്പോൾ നഗരത്തിന്റെ മറ്റൊരു കോണിൽ പുതിയൊരു കൊടുങ്കാറ്റ് രൂപപ്പെടുന്നുണ്ടായിരുന്നു. വിക്രം സിംഗയുടെ ഈ പതനം അവന്റെ പിന്നിൽ നിന്ന് വലിയൊരു രാഷ്ട്രീയ ക്രിമിനൽ സംഘം അർജുൻ വർമ്മയെ നിയമപരമായും അല്ലാതെയും തകർക്കാൻ പുതിയൊരു വലിയ ചതിക്കുഴി ഒരുക്കിയിരുന്നു. അർജുന്റെ ബിസിനസ് സാമ്രാജ്യത്തെയും അവന്റെ ഈ പ്രണയത്തെയും തകർക്കാൻ വരുന്ന ആ പുതിയ ഭീകരരൂപം ആരാണ്? മാളവിക തന്റെ ഭർത്താവിനൊപ്പം നിന്ന് ആ വലിയ ചതിയെ എങ്ങനെ നേരിടും എന്ന് നമുക്ക് നോക്കാം.